ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 21. നീറ്റ് നെറ്റ് ക്രമക്കേടിൽ മോദി മറുപടി പറയണം. മോദി സർക്കാരിൻ്റെ 10 വർഷം വിദ്യാഭ്യാസ മേഖലയെ ഒന്നടങ്കം കാവ്യവൽക്കരിക്കുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കുന്നതിനായി വിട്ടുകൊടുത്തു. UGC ചെയർമാൻ, കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഉന്നത സ്ഥാനങ്ങളിലെല്ലാം യോഗ്യത നോക്കാതെ RSS പ്രവർത്തകരെ നിയമിച്ചു. സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് വളഞ്ഞ വഴിയിലൂടെ സംഘപരിവാറുകാരെ തിരുകിക്കയറ്റുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞു കിടക്കുന്നതിനിടയിലാണ് ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യതയും സമഗ്രതയും മോദി 3ാം തവണ അധികാരത്തിലേറിയതിന് പിന്നാലെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട 3 ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യതയാണ് ദിവസങ്ങൾക്കകം തകർന്നത്. ചരിത്രത്തിനും ശാസ്ത്രത്തിനും പകരം പുരാണങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി. പാഠ്യപദ്ധതിയെയും വിദ്യാഭ്യാസ മേഖലയെയും കാവ്യവൽക്കരിക്കാനുള്ള വ്യഗ്രതയിൽ മോദി സർക്കാർ അടിസ്ഥാന ഉത്തരവാദിത്തം മറക്കുകയായിരുന്നു. മെഡിക്കൽ കോഴ്സുകൾക്കായി 20 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് UG പരീക്ഷയുടെ വിശ്വാസ്യതയിൽ സുപ്രീം കോടതി തന്നെ ചോദ്യം ഉന്നയിച്ചതിനിടയിലാണ് ദേശീയ പരീക്ഷാ ഏജൻസി തന്നെ നടത്തിയ രാജ്യത്തെ കോളേജ് അധ്യാപക യോഗ്യതാ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും നടന്നെന്ന് കണ്ടെത്തി റദ്ദാക്കിയത്. സർവകലാശാലകളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനും PhD പ്രവേശനത്തിനും യോഗ്യത നിർണ്ണയിക്കുന്നതിനുള്ള പരീക്ഷയാണിത്. ഇത്തവണ ആദ്യമായാണ് ദേശീയാടിസ്ഥാനത്തിൽ PhD പ്രവേശനത്തിന് UGC നെറ്റ് പരീക്ഷ അടിസ്ഥാനമാക്കിയത്. ജൂൺ 18-ന് 2 ഘട്ടമായി രാജ്യത്തെമ്പാടുമായി 9.8 ലക്ഷം പേർ എഴുതിയ നെറ്റ് റദ്ദാക്കിയത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്കയും നൈരാശ്യവും അസ്വസ്ഥതയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദേശീയ പ്രവേശന പരീക്ഷകൾ നടത്തുന്നതിൽ NTA-യും വിദ്യാഭ്യാസ മന്ത്രാലയവും തികഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നത്. ദേശീയ പ്രവേശന പരീക്ഷയെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും മോദി സർക്കാർ പരിഹസിക്കുകയാണ്. നീറ്റ് പേപ്പർ ചോർച്ച, കേന്ദ്ര സർവകലാശാലകളുടെ പ്രവേശന പരീക്ഷയിലെ പൊരുത്തക്കേടുകൾ, 4 വർഷ B.Ed പ്രോഗ്രാമിലേക്ക് ജൂൺ 12-ന് നടത്തിയ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് റദ്ദാക്കിയതും ഒടുവിൽ നെറ്റിൻ്റെ ക്രമക്കേടും റദ്ദാക്കലും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. മെഡിക്കൽ പഠന കോഴ്സുകളിലേക്ക് സംസ്ഥാന തലത്തിൽ നടത്തിയിരുന്ന പരീക്ഷകൾ റദ്ദാക്കി കേന്ദ്ര സർക്കാരാണ് ദേശീയ തലത്തിൽ ഒറ്റ പരീക്ഷ അടിച്ചേൽപ്പിച്ചത്. വൻകിട സ്വകാര്യ കോച്ചിംഗ് സെൻ്ററുകളെ വളർത്താനും പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്താക്കാനും ലക്ഷ്യമിട്ടാണ് NDA സംവിധാനത്തിന് രൂപം നൽകിയത്. ദേശീയ പ്രവേശന പരീക്ഷകൾ വൻ അഴിമതിക്ക് വഴിവെക്കുകയാണ്. നെറ്റ് പരീക്ഷ റദ്ദാക്കിയത് ഈ വർഷം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ PhD പ്രവേശന സാധ്യത ഇല്ലാതാക്കും. പരീക്ഷകളുടെ തയ്യാറെടുപ്പിനായി വിദ്യാർത്ഥികൾ ചെലവഴിച്ച വിലപ്പെട്ട സമയവും വിഭവങ്ങളും നശിപ്പിക്കുക മാത്രമല്ല, വലിയ അനിശ്ചിതത്വവും ഉത്കണ്ഠയും സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പിൽ സംശയം രേഖപ്പെടുത്തിയ സുപ്രീം കോടതി വിവാദങ്ങൾ പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് ജൂൺ 11-ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗുജറാത്ത്, ബീഹാർ, ഹരിയാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നടന്ന അറസ്റ്റുകൾ നീറ്റ് പരീക്ഷയിൽ ആസൂത്രിതവും സംഘടിതവുമായ അഴിമതി നടന്നെന്ന വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർത്തി നൽകാൻ 30 ലക്ഷം രൂപ വരെ വാങ്ങിയതായി സൂചന ലഭിച്ചിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് പേപ്പർ ചോർച്ചയുടെ കേന്ദ്രങ്ങളായത്. നീറ്റ് നെറ്റ് പരീക്ഷകളിൽ പങ്കെടുത്ത 33 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണ്. ദേശീയ പ്രവേശന പരീക്ഷകളിലുണ്ടായ തുടർച്ചയായ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോട് രാജിവെക്കാൻ മോദി ആവശ്യപ്പെടണം. പരീക്ഷകളുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകളിൽ സുതാര്യവും സ്വതന്ത്രവുമായ അന്വേഷണമാണ് വേണ്ടത്. ഒരുപാട് സുരക്ഷാ മുന്നൊരുക്കങ്ങളോടെ നടക്കുന്ന പരീക്ഷയിൽ എങ്ങനെ വലിയ തോതിൽ ക്രമക്കേട് നടക്കുന്നു, എങ്ങനെ ആധികാരികത നഷ്ടപ്പെടുന്നു, സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നിവയ്ക്കെല്ലാം ഉത്തരം പറയാൻ മോദി സർക്കാരിന് ബാധ്യതയുണ്ട്. പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളെ നോക്കുകുത്തികളാക്കി കുത്തിക്കേറ്റലുകൾ നടത്തുന്നത് ആർക്കു വേണ്ടിയാണെന്ന് കണ്ടെത്തുന്നതോടൊപ്പം ദേശീയ പ്രവേശന പരീക്ഷാ നടത്തിപ്പിൻ്റെ ആധികാരികതയും വിശ്വാസ്യതയും ഉറപ്പാക്കുകയും വേണം.